ശുശ്രൂഷ കഴിയുന്നതുവരെ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തു നിന്ന് എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല എന്ന് സ്നേഹപൂർവം അറിയിക്കട്ടെ. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്കൊക്കെ ഗൗരവത്തോടുകൂടെ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൂടെയാണ്. നമുക്ക് വചനമെടുക്കാം. കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. രണ്ട് കൊരിന്ത്യർ 3:18. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരം. കരങ്ങൾ ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം: കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സെബാസ്റ്റ്യനച്ച, ജോസഫച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം: ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വർഷത്തെ നോമ്പുകാലത്തിലെ ഈ ആദ്യ വ്യാഴാഴ്ച നമ്മൾ കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ ധ്യാനിക്കുകയാണ്. കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ നമ്മൾ കണ്ണു തുറന്ന് കാണുകയാണ്. എന്താണ്? വെരി ഗുഡ്. ദൈവത്തിന്റെ മഹത്വം. നഗ്നനാക്കപ്പെട്ടവനിൽ നമ്മൾ എന്താണ് കാണുന്നത്? ദൈവത്തിന്റെ മഹത്വമാണ്. കുരിശ് വഹിച്ചു കൊണ്ടുപോകുന്നവനിൽ നമ്മൾ എന്താണ് കാണുന്നത്? അപമാനിക്കപ്പെട്ട് നിൽക്കുന്നവനിൽ. 150 പേരാണ് ഈശോയുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയത് എന്നാണ്. വിശുദ്ധ എലിസബത്തിനും വിശുദ്ധ മെറ്റിൽഡയ്ക്കും വിശുദ്ധ ബ്രിജിറ്റിനും 3 പേർക്ക് ഒരുമിച്ച് ഈശോ നൽകിയ വെളിപാടിൽ പറഞ്ഞിരിക്കുന്നത് 150 പേര് അവിടുത്തെ മുഖത്ത് തുപ്പി. അപ്പോൾ അങ്ങനെ തുപ്പല് കൊണ്ട് നിറഞ്ഞ ഈശോയുടെ തിരുമുഖത്ത് നമ്മൾ എന്താണ് കാണുന്നത്? ദൈവത്തിന്റെ മഹത്വമാണ്. 5480 അടികളാണ് ഈശോയുടെ ശരീരത്തിൽ കൊണ്ടത് എന്നാണ് ഈശോ അവർക്ക് 3 പേർക്ക് കൂടെ വെളിപ്പെടുത്തിയത്. അങ്ങനെ അത്രമാത്രം അടി കൊണ്ട് 1008 മുറിവുകളാണ് ഈശോയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. 1008 പടയാളികളാണ് ഈശോയെ പ്രഹരിച്ചത് എന്നാണ് ആ വെളിപാട് വത്തിക്കാൻ അംഗീകരിച്ച് ജെറുസലേമിലെ ഒരു ദേവാലയത്തിൽ ഒരു പേടകത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള
ആ വെളിപാടുകളുടെ രേഖയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. 1008 പടയാളികളാണ് 5480 പ്രാവശ്യം ഈശോയുടെ ശരീരത്തിൽ അടിച്ചത്. അവിടുത്തെ ശരീരത്തിൽ 1008 മുറിവുകൾ ഉണ്ടായി എന്നും, പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ശരീരത്തിൽ കൊണ്ട അടികളിൽ 110 അടികൾ ശിരസിൽ തന്നെയാണ് പതിഞ്ഞതെന്നും, അവിടുത്തെ ശിരസിൽ വെച്ച മുൾമുടിയിൽ 72 മുള്ളുകൾ ഉണ്ടായിരുന്നെന്നും, അതിലെ 3 മുള്ളുകൾ ഊർത്ത മുള്ളുകൾ, വലിയ മുള്ളുകളായിരുന്നുവെന്ന്, അത് തലയോട്ട് ഭേദിച്ച് തലച്ചോറിലേക്ക് ആഴ്ന്നിറങ്ങിയെന്നുമൊക്കെയുള്ള ആ വെളിപാടുകള്. അപ്പോൾ അപ്രകാരം തല മുഴുവൻ ചതഞ്ഞിരിക്കുന്ന ഈശോയുടെ തിരുമുഖത്ത് നമ്മൾ എന്താണ് കാണുന്നത്? ദൈവത്തിന്റെ മഹത്വമാണ്. കണ്ടാൽ മനുഷ്യനെന്ന് പോലും തോന്നാത്ത വിധത്തിൽ മുറിവേൽപ്പിക്കപ്പെട്ടവന്റെ മുഖത്ത് നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ മഹത്വമാണെന്ന് പറയുമ്പോൾ, എന്താണ് ദൈവത്തിന്റെ മഹത്വം? എന്താണ് ദൈവത്തിന്റെ സൗന്ദര്യം? നമ്മൾ പറഞ്ഞു, ഈശോയെ ആത്മാക്കളെ ആകർഷിക്കുന്ന സൗന്ദര്യമേ എന്ന് നമ്മൾ പാടി. പ്രിയപ്പെട്ടവരെ, എന്താണ് ആത്മാക്കളെ ആകർഷിക്കുന്ന സൗന്ദര്യം? പാപിയായ ഒരു ആത്മാവിനെ ആകർഷിക്കുന്ന ദൈവത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്, എന്റെ പാപങ്ങൾക്ക് വേണ്ടി സൗന്ദര്യം, ഈ ലോകത്തിന്റെ ശോഭ കെട്ടുപോയവന്റെ, സൗന്ദര്യം നഷ്ടപ്പെട്ടവന്റെ, ഈ ലോകത്തിന്റെ വാക്കുകളിൽ വിരൂപമാക്കപ്പെട്ടവന്റെ മുഖത്തുള്ള സൗന്ദര്യമാണ് പാപിയായ എന്റെ ആത്മാവിനെ ആകർഷിക്കുന്ന സൗന്ദര്യം എന്ന് പറയുന്നത്. ആ വിരൂപമായ അവസ്ഥയാണ് സൗന്ദര്യം. കാരണം അവൻ വിരൂപമാക്കപ്പെട്ടത് എന്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് എന്നതാണ് എന്നെ ആകർഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ യേശുനാമം കൊണ്ട് നമ്മൾ ഒരു ഹൃദയത്തുവാല തുന്നിയെടുക്കുകയാണ്. യേശുനാമം കൊണ്ട്, പരിശുദ്ധമായ യേശുനാമം കൊണ്ട് തുന്നിയെടുക്കുന്ന ഹൃദയത്തുവാല കൊണ്ട് വിരൂപമാക്കപ്പെട്ട, രക്തം കൊണ്ടും കണ്ണീര് കൊണ്ടും ചേറുകൊണ്ടും തുപ്പലുകൊണ്ടും വിരൂപമാക്കപ്പെട്ട ഈശോയുടെ തിരുമുഖം നമ്മൾ ഓരോ പ്രാവശ്യവും ഈശോയെ എന്ന് വിളിക്കുമ്പോൾ യേശുനാമത്തിന്റെ ഹൃദയത്തുവാല കൊണ്ട് നമ്മൾ തുടയ്ക്കുകയാണ്. കൈയടിച്ച് നന്ദി പറയാം. അങ്ങനെ വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടച്ചതുപോലെ നമ്മളും ഈശോയുടെ തിരുമുഖം നമ്മുടെ ഹൃദയം കൊണ്ട് തുടയ്ക്കുമ്പോൾ ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, കുഞ്ഞേ, ഞാൻ നിനക്ക് നിന്റെ ആത്മാവിൽ എന്റെ തിരുമുഖം പതിപ്പിച്ചു തരുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ നോമ്പ്, ഈ തപസാചരണം നമ്മുടെ ഹൃദയത്തുവാല കൊണ്ട് ഈശോയുടെ തിരുമുഖം തുടയ്ക്കാനുള്ള ഒരു സമയമാണ്. പരിഹാര പ്രവർത്തികൾ കൊണ്ട്, പ്രാശ്ചിത്തങ്ങൾ കൊണ്ട്, ത്യാഗങ്ങൾ കൊണ്ട്, നോമ്പെടുത്ത് ഉപവാസമെടുത്ത് നമ്മൾ ഈശോയുടെ തിരുമുഖം പരിഹാരത്തിന്റെ ജീവിതത്തിലൂടെ, എന്ത് ജീവിതം? പരിഹാരത്തിന്റെ ജീവിതം, ലൈഫ് ഓഫ് റിപ്പറേഷൻ, പരിഹാരത്തിന്റെ ജീവിതം, പ്രാശ്ചിത്തത്തിന്റെ ജീവിതം നയിച്ചുകൊണ്ട് നമ്മൾ ആർക്ക് ലാഭമുണ്ടാക്കുകയാണ്? ആരെയാണ് ആശ്വസിപ്പിക്കുന്നത്? ഈശോയെയാണ് ആശ്വസിപ്പിക്കുന്നത്. ഈശോയുടെ തിരുമുഖം തുടയ്ക്കുകയാണ്. കാരണം ഈശോയുടെ തിരുമുഖം എങ്ങനെയാണ് വിരൂപമാക്കപ്പെട്ടത്? നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും പാപങ്ങൾ മൂലമാണ്. ഇനി എങ്ങനെയാണ് ആ തിരുമുഖം തുടയ്ക്കപ്പെടുന്നത്? നമ്മൾ നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് ഈശോയുടെ തിരുമുഖം തുടയ്ക്കുകയാണ്. കൈയടിച്ച് നന്ദി പറയാം. അങ്ങനെ തിരുമുഖം തുടയ്ക്കുമ്പോൾ എന്താണ് ലാഭം? നമുക്ക് നഷ്ടപ്പെട്ട ദൈവീക ഛായയും സാദൃശ്യവും. നമുക്കറിയാം, ദൈവം മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്?
തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. പക്ഷേ പാപം മൂലം മനുഷ്യന്റെ ഛായയും സാദൃശ്യവും നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ട ഛായയും സാദൃശ്യവും തിരികെ ലഭിക്കണമെങ്കിൽ ഒരു വഴിയുണ്ട്. അത് നമ്മൾ പരിഹാരം ചെയ്ത് പ്രാശ്ചിത്തം ചെയ്ത് യേശുനാമം വിളിച്ച്, ഈശോയുടെ നാമം പരിശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ ഈശോ പരിശുദ്ധനാണെന്ന് വിരൂപമാക്കപ്പെട്ട, എന്റെ പാപത്തിന് പരിഹാരമായി പീഡനങ്ങൾ ഏൽക്കപ്പെട്ട, പാപത്തിന്റെ മുഴുവൻ ശിക്ഷയും ഏൽക്കപ്പെട്ട ഈശോ പരിശുദ്ധനാണെന്ന്, ബ്ലെസ്സഡ് ബി ദ ഹോളി നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഈശോയുടെ പരിശുദ്ധ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകട്ടെ. എല്ലാ പാപങ്ങളുടെയും ശിക്ഷയേറ്റ് വിരൂപമാക്കപ്പെട്ട ഈശോ പാപിയല്ല, പരിശുദ്ധനാണ്. അവൻ ദൈവപുത്രനാണ്. അവൻ മാത്രമാണ് രക്ഷകൻ. എന്റെ പാപങ്ങളെ കഴുകിക്കളയുന്നത് അവന്റെ തിരിച്ചോര മാത്രമാണ്. എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി മാറിയത് അവന്റെ ശരീരത്തിലേറ്റ പീഡകളാണ്, അവന്റെ കുരിശ് മരണമാണ് എന്നേറ്റു പറയലാണ് ഈശോയേ എന്നുള്ള ഉച്ചത്തിലുള്ള വിളി. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. ആളുകൾ ചോദിക്കാറില്ലേ, ഈശോയെ ഈശോയെ എന്ന് വിളിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? വാട്ട് ഡു യു മീൻ? എന്താണ് അർത്ഥമാക്കുന്നത്? ഈശോയെ ഈശോയെ എന്ന് കുറെ നേരമായല്ലോ അവിടെ വിളിക്കാൻ തുടങ്ങിയിട്ട്. ഇതെന്താണ് ആ ഉദ്ദേശം? ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈശോയെ എന്ന് വിളിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് ഈശോയാണ് വഴിയും സത്യവും ജീവനും എന്നാണ്. ഉച്ചത്തിൽ വിളിച്ചേ. ഈശോയെ എന്ന് വിളിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് ഈശോ ദൈവത്തിന്റെ ഏകജാതനാണ് എന്നാണ്. വിളിച്ചേ. അവിടുന്ന് പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമനാണ് എന്നാണ്. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരത്തിൽ വചനം മാംസമായി ഭൂമിയിലേക്ക് പിറന്നു വീണവനാണ് എന്നാണ്. ആ ഈശോയാണ് ജ്ഞാനസ്നാനം. അവിടുത്തെ ജ്ഞാനസ്നാനത്തിന്റെ സമയത്ത് സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങി വരികയും ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിന്റെ സ്വരം കേൾക്കുകയും ചെയ്തത് ഇവനെ കുറിച്ചാണ് ആ സാക്ഷ്യമുണ്ടായത് എന്നാണ്. അവൻ മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചവനാണ് എന്നാണ്. അവൻ തന്റെ പാപപ്രലോഭനങ്ങളെ വചനത്താൽ അതിജീവിച്ചവനാണ് എന്നാണ്. അനുദപിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചത് ഈശോയാണ് എന്നാണ്. ഈശോ എന്ന് വിളിക്കുമ്പോൾ ഞാൻ അർത്ഥമാക്കുന്നത് അവൻ രോഗികളെ സുഖപ്പെടുത്തിയവനാണ് എന്നാണ്. അവൻ അന്ധർക്ക് കാഴ്ച നൽകിയവനാണ് എന്നാണ്. അവൻ ജഗിടർക്ക് കേൾവി നൽകാൻ കഴിവുള്ളവനാണ് എന്നാണ്. അവൻ തളർവാദ രോഗിയെ ഉയർപ്പിക്കുന്നവനാണ് എന്നാണ്. അവൻ പിശാചുക്കളെ പുറത്താക്കുന്നവനാണ് എന്നാണ്. അവൻ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ളവനാണ് എന്നാണ്. അവൻ ഈ പ്രകൃതിയിലെ സംഖ്യകളുടെ മേൽ അധികാരമുള്ളവനാണ് എന്നാണ്. 5 10 5000-ങ്ങൾക്ക് 10,000-ങ്ങൾക്ക് വേണ്ടി വർദ്ധിപ്പിച്ചു നൽകാൻ അവന് കഴിയുമെന്നാണ്. അവന് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ, ഈ പ്രകൃതി ശക്തികളെ, പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുള്ളവൻ അവനാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത് ഈശോ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും സത്യമാണ് എന്നാണ്. ഈശോ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളിലും അണുവിട വ്യത്യാസമില്ലാതെ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്.
ഈശോ പഠിപ്പിച്ചു, ദരിദ്രർ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാകുന്നു. ഈശോ പഠിപ്പിച്ചു, കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ഈശോ പഠിപ്പിച്ചു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഈശോ പഠിപ്പിച്ചു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈശോ പഠിപ്പിച്ചു, സമാധാനം സ്ഥാപിക്കുന്നവർ അനുഗ്രഹീതർ, അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. ഈശോ പഠിപ്പിച്ചു, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ, അവർ സംതൃപ്തരാക്കപ്പെടും. ഈശോ പഠിപ്പിച്ചത് മുഴുവൻ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഈശോയെ എന്ന് വിളിക്കുന്നത് കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ തീരുന്നില്ല. ഈശോ തന്റെ അന്ത്യത്താഴ വേളയിൽ അപ്പമെടുത്ത് ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞത് ഇപ്പോഴും ഈ ദിവ്യകാരുണ്യം ഈശോയുടെ, ജീവിക്കുന്ന ഈശോയുടെ ശരീരമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോ അന്ത്യത്താഴ വേളയിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത് എന്റെ ഹൃദയത്തിന്റെ പുളിപ്പും കറയും കളങ്കവും കഴുകി മാറ്റുന്നതിന്റെ പ്രതീകമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോ ഗെത്സമനിയിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചത് എന്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോ ബന്ധിക്കപ്പെടുകയും അന്യായമായി വിചാരണ ചെയ്യപ്പെടുകയും ചെയ്തത് എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈശോ ചമ്മട്ടികളാൽ അടിക്കപ്പെടുകയും മുൾമുടി ചൂടുകയും നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തത് എനിക്ക് പകരക്കാരനായിട്ടാണ് എന്ന് ഞാൻ വിശ്വസിച്ച് അത് ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിക്കുന്നു. ഈശോ കുരിശു വഹിച്ചു കുരിശിന്റെ വഴിയിൽ തളർന്നു വീണത് ഞാൻ തളർന്നു വീഴാതിരിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ ഏറ്റെടുത്ത് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു. എന്റെ പാപത്തിന്റെ ഫലമായിട്ടുള്ള നഗ്നത എന്നെ നിന്ന് മറയ്ക്കാൻ വേണ്ടിയാണ്, എന്നെ ഉടുപ്പിക്കാൻ വേണ്ടിയാണ് അവൻ നഗ്നനാക്കപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ടത് ഞാൻ പാപത്തിന് ബന്ധിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണെന്ന്, ഈശോ കുരിശിൽ ബന്ധിക്കപ്പെട്ടത് എനിക്ക് പകരക്കാരനായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു, പ്രഖ്യാപിക്കുന്നു. ഈശോ കുരിശിൽ തൂങ്ങി മരിച്ചത് പാപത്തിന്റെ ഫലമായിട്ടുള്ള മരണം, നിത്യമരണം എനിക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോ പാതാളത്തിലേക്ക് ഇറങ്ങിയത്, അടക്കം ചെയ്യപ്പെട്ടത് ഞാൻ പാതാളത്തിൽ കിടന്ന് ചീഞ്ഞഴിയാതിരിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോ കല്ലറ തുറന്ന് പുറത്തെത്തിയുകയും വിജയശ്രീലാളിതനാവുകയും ചെയ്തത് ഇന്ന് ഞാൻ പാപത്തെ തോൽപ്പിച്ച് പാപത്തിന്റെ കല്ലറകളിൽ നിന്ന്, പാപത്തിന്റെ സുഖലോലുപതയുടെ കല്ലറകളെ ഭേദിക്കാൻ എനിക്ക് ശക്തി തരാൻ വേണ്ടിയാണെന്ന് അവന്റെ ഉദ്ധാനം എന്റെ ശരീരത്തിൽ ഒരു കൃപയായി, പാപത്തെ പിശാചിനെ തോൽപ്പിക്കുന്ന ഒരു കൃപയായി, കൃപയുടെ വിത്തായി ഇതാ അവിടുന്ന് വിതച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ സ്വർഗാരോഹണം വഴി മനുഷ്യത്വം സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. മനുഷ്യത്വം, ഹ്യൂമാനിറ്റി ഹാസ് എന്റേർഡ് ഇൻടു ഡിവിനിറ്റി. സ്വർഗത്തിൽ ഒരിടം എന്റെ മനുഷ്യത്വത്തിന് ലഭിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി അവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ, ഈശോയുടെ പൗരോഹിത്യത്തിന്റെ മധ്യസ്ഥ യാചനകളിൽ ഈശോ എന്നെ പങ്കുകാരനാക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ അനുദിനം എന്റെ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ എല്ലാറ്റിലും എല്ലാമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ ഈശോയെ എന്ന് വിളിച്ചത് കൊണ്ട് ഞാൻ അർത്ഥമാക്കിയത്.
അങ്ങനെ ഞാൻ ഈ വിശ്വാസ സത്യങ്ങളെല്ലാം ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഈശോയെ എന്ന് വിളിച്ച് ഞാൻ നെയ്തെടുക്കുന്നത് വിശ്വാസത്തിന്റെ, സ്നേഹത്തിന്റെ, പ്രത്യാശയുടെ, പ്രാർത്ഥനയുടെ ഒരു തൂവാലയാണ്. അതൊരു ഹൃദയ തൂവാലയാണ്, അതൊരു ആത്മീയ തൂവാലയാണ്. അതുകൊണ്ടാണ്, ആ വിശ്വാസം കൊണ്ടാണ് ഞാൻ ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം 11:6 വചനം ഇങ്ങനെ പറയുന്നത്: വിശ്വാസം കൊണ്ടല്ലാതെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. ഹെബ്രായർ 11:6. വിശ്വാസം കൊണ്ടല്ലാതെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ, വിശ്വാസം കൊണ്ട് നിനക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും അവിടുത്തെ തിരുമുഖം തുടയ്ക്കാനും സാധിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഉച്ചത്തിൽ വിളിച്ച ഈശോയെ. അപ്പോൾ നിന്റെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ, വചനം പറയുകയാണ്, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം വചനം പറയുന്നു, 9-10 തിരുവചനങ്ങളിൽ, നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നീ രക്ഷ പ്രാപിക്കുന്നത് അങ്ങനെയാണ്. നീ ഈശോയെ എന്ന് വിളിച്ച് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഈശോയെ എന്ന് വിളിക്കുമ്പോൾ, നിന്റെ ആത്മാവിൽ നിനക്ക് പാപം മൂലം നഷ്ടപ്പെട്ട ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും അവിടുന്ന് വീണ്ടും നിനക്ക് പതിപ്പിച്ചു തരികയും നീ സ്വർഗത്തിന് യോഗ്യനാവുകയും ചെയ്യും. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഹല്ലേലൂയ. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ഈശോയെ എന്ന് വിളിച്ച് ഈശോയുടെ തിരുമുഖം കണ്ട് അവിടത്തെ പുണർന്നു നിന്ന് ഈശോയുമായി ഇടപെട്ട് ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം നൽകി നമ്മൾ അവിടത്തെ സാദൃശ്യത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നത്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അനുദിനം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരത്ഭുതമാണ്. അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അനുനിമിഷം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. നമ്മളിങ്ങനെ ഈ കൂടാരം നിറയെ തിങ്ങി നിറഞ്ഞ് ഇരിക്കുന്നത് ഈ വലിയ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയാണ്. ഈശോയെ പോലെ ആയിത്തീരണം, സ്വർഗരാജ്യം സ്വന്തമാക്കണം, ദൈവീക ജീവനിൽ ലയിച്ചു ചേരണം. ഈശോയെ പോലെ ആകണം, ദൈവീക ജീവനിൽ ലയിച്ചു ചേരണം. ഈ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ മറ്റെല്ലാം പാഴാണ്, മറ്റെല്ലാം ശൂന്യമാണ്. ഈശോയെ കുറിച്ചുള്ള അറിവ് കൂടുതൽ വിലയുള്ളതാകയാൽ മറ്റുള്ളതെല്ലാം ഉച്ഛിഷ്ടമാണ് എന്ന ഒരു മനോഭാവത്തോടു കൂടെയാണ്, മറ്റുള്ളതെല്ലാം സെക്കൻഡറിയാണ്, മറ്റുള്ളതെല്ലാം ഉപേക്ഷിക്കാവുന്നതാണ് എന്നൊരു മനോഭാവത്തോടു കൂടെയാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. കട നടത്തുന്നവർ കട അടച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നത്, കൃഷി നടത്തുന്നവർ കൃഷി മാറ്റിവെച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നത്, മറ്റു പല ജോലികൾ ചെയ്യാനുള്ളവർ, പരീക്ഷ എഴുതുന്ന ഒത്തിരി വിദ്യാർത്ഥികൾ അച്ഛൻ കാണുന്നുണ്ട്. വീട്ടിലിരുന്ന് പഠിക്കുന്നതിനേക്കാൾ എനിക്ക് അഭിഷേകം തരുന്ന, ജ്ഞാനം തരുന്ന ഒരു കൃപ ഈ അൾത്താരയിൽ ഉണ്ട് എന്ന ബോധ്യത്തോടു കൂടെയാണ് ഈ ദിവസങ്ങളിൽ തന്നെ പരീക്ഷകൾ എഴുതുന്നവർ, ബോർഡ് എക്സാം എഴുതുന്നവര്, പരീക്ഷ കർത്താവ് ജ്ഞാനം തരും, കർത്താവ് എന്നെ കരം പിടിച്ച് നടത്തിയില്ലെങ്കിൽ എന്റെ അധ്വാനം വെറുതെയാകുമെന്നൊരു ബോധ്യത്തോടു കൂടെയാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ചങ്കുപൊട്ടി വിളിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈശോയുടെ അടുക്കലേക്ക് വന്നിരിക്കുന്ന നമ്മളോട് ഈശോ പറയുകയാണ്, ഈശോയുടെ ആഗ്രഹങ്ങളെ കുറിച്ച് പറയുകയാണ്. എന്താണ് ഈശോയുടെ ആഗ്രഹങ്ങൾ? ഈശോയുടെ ആഗ്രഹങ്ങൾ, പല ആഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശോയുടെ ആഗ്രഹം ഈ നോമ്പുകാലവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരാഗ്രഹമാണ്. നമ്മളെ തന്നെ ഉപേക്ഷിക്കണമെന്ന്, നീ നിന്റെ കുരിശുമെടുത്ത്, നിന്നെ തന്നെ പരിത്യജിച്ച് നിന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അല്ലേ? ആളുകൾക്ക് പലതരത്തിലുള്ള ആഗ്രഹമുണ്ട്, ഇല്ലേ? നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവർ കുരിശുമെടുത്ത് നമ്മെ അനുഗമിക്കണമെന്ന് നമുക്കൊരാഗ്രഹമുണ്ടോ? ഇല്ല.
ഹല്ലേലൂയ. നിങ്ങളെ തന്നെ പരിത്യജിച്ച് ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, ചേട്ടാ എനിക്കൊരാഗ്രഹം. എന്താണ് ആഗ്രഹം? ഈശോയുടെ ആഗ്രഹമാണ്. ചേട്ടനെ തന്നെ പരിത്യജിച്ച് കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുക എന്ന് ഇന്ന് വീട്ടിൽ ചെന്നിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? കുരിശ് കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ അവരെ പരിത്യജിക്കുന്നതിനെ കുറിച്ചല്ല, നമ്മളെ തന്നെ പരിത്യജിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്ന ആത്മപരിത്യാഗത്തിന്റെ 13 തലങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഇല്ലാതിരുന്നവർ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് കൈവക്കണ്ട. കഴിഞ്ഞ ആഴ്ച ഇല്ലാതിരുന്ന കൈവക്കാൻ പോയാൽ കുറെ പേർക്ക് പൊക്കേണ്ടി വരും. പടിമുടക്കായിരുന്നു അല്ലെ? വീട്ടിലിരുന്നെങ്കിലും വചനം കേട്ടവരൊന്ന് കൈവക്കിയേ. വളരെ സന്തോഷത്തിന് പേരുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് കേട്ടിട്ടില്ലാത്തവര് യൂട്യൂബിൽ കേൾക്കുക. ആത്മപരിത്യാഗത്തിന്റെ 13 വഴികൾ. പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഉപേക്ഷിക്കുക, എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാനുള്ള അവകാശം, ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം, ഇഷ്ടമുള്ളതുപോലെ പണം ചെലവഴിക്കാനുള്ള അവകാശം, ശത്രുക്കളെ വെറുക്കാനുള്ള അവകാശം, ആദരിക്കപ്പെടാനും ശുശ്രൂഷിക്കപ്പെടാനുമുള്ള അവകാശം, അനുസരിക്കുന്നതിന് മുമ്പ് എല്ലാം അറിയാനുള്ള അവകാശം, സ്വന്തം നിയമങ്ങളും ഇഷ്ടങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം, ഹൃദയത്തിൽ വിദ്വേഷവും പരിഭവവും സൂക്ഷിക്കാനുള്ള അവകാശം, പരാതി പറയാനുള്ള അവകാശം. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, നമ്മെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെ ഒന്നാമതായി പരിഗണിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക എന്നതാണ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ഇഷ്ടം നടക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. നീ എന്താണ് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എന്റെ ഇഷ്ടം നടന്നില്ല, ഞാൻ ആഗ്രഹിച്ചത് നടന്നില്ല, ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയില്ല. ഹല്ലേലൂയ. അപ്പൊ ആരാഗ്രഹിച്ചതാണ് നടന്നത്? വേറെ ആരും ഒക്കെ ആഗ്രഹിച്ച, അച്ഛൻ എന്റെ വീട്ടിൽ ഞാൻ പറയുന്നത് മാത്രം നടക്കുന്നില്ല, ഞാൻ പറയുന്നതിന് ഒരു സത്യം. ഹല്ലേലൂയ. എന്നെ ആരും വിലമതിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് എന്റെ വീട്ടിൽ ഒരു കുറച്ചും കൂടി, അതായത് അവിടെ വീട്ടിൽ വരുന്ന ഒരു ഭാര്യ പറയാണ്, വീട്ടിൽ പണിക്ക് നിൽക്കുന്ന ആ പെണ്ണിന്റെ അവളുടെ ഒരു വില പോലും ഭർത്താവും വീട്ടുകാരും എനിക്ക് തരുന്നില്ല. പണിക്ക് വരുന്ന ചേച്ചി പറയുന്നത് ആണ് ശരി, ഞാൻ പറയുന്നത് ശരിയല്ല, അത് കേൾക്കാൻ ആളില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ എപ്പോഴും നമ്മുടെ ഇഷ്ടം ഒന്നാമതായി പരിഗണിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞത് എന്താണ്? അല്ലെ, കട്ടിലിൽ കിടക്കുമ്പോ കൊച്ചു പറയാണ് അറ്റത്ത് കിടക്കണം, അപ്പൊ മറ്റേയാള് പറയാണ് അറ്റത്ത് കിടക്കണം. അത് പറഞ്ഞ് തല്ലാണ്. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങൾ വെറുതെ ഒന്ന് ഓർത്താ മതി. ബസ്സിൽ പോകുമ്പോൾ വിൻഡോ സീറ്റ് വേണം. ആർക്ക് വേണം? 2 പേർക്ക്. എനിക്ക് വേണം അല്ലെ. പ്ലെയിനിൽ പോകുമ്പോ വിൻഡോ സീറ്റ് കിട്ടി ഇരിക്കുന്നോ? അതിലും ജനലുണ്ട്. ജനലിന്റെ അടുത്തിരുന്നാല് കൈ പുറത്തിടരുന്ന് മാത്രം. നിങ്ങൾക്ക് തല പൊക്കി ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ താഴത്തേക്കൂടി ഇതിന്റെ മോളിൽ കൂടെ പോകുമ്പോ ആവിലാസദൻ പ്ലെയിനിലിരുന്ന് കാണാം. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കയറി നോക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്വന്തം ഇഷ്ടം നടക്കണം. എനിക്കിഷ്ടമുള്ള ഭക്ഷണം വീട്ടിലുണ്ടാക്കണം, എനിക്കിഷ്ടമുള്ളിടത്ത് പിക്നിക്കിന് പോകണം, സ്വന്തം കാര്യം നടക്കണം, അല്ലെങ്കിൽ എനിക്ക് സ്ഥാനം കിട്ടണം, എന്നെ ബഹുമാനിക്കണം. അങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഒരു വചനഭാഗം പറഞ്ഞത്. ഭോഷനായ ധനവാൻ അവൻ എന്തിനു വേണ്ടിയാണ് ജീവിച്ചത്? അവൻ ലാസറിനോട് ദുഷ്ടതയൊന്നും പ്രവർത്തിച്ചതായി, അവൻ എന്തെങ്കിലും ദുഷ്ടത മറ്റുള്ളവരോട് പ്രവർത്തിച്ചതായി പറയുന്നില്ല. പക്ഷേ ഭോഷനായ ധനവാൻ അയാൾ ചെയ്തത്, അയാൾക്ക് സമ്പത്തുണ്ടായി, അയാൾ ചിന്തിക്കുകയാണ്, എന്റെ
അവനിങ്ങനെ ചിന്തിച്ചു, ഞാൻ പുതിയ അറപ്പുരകൾ പഴയത് പൊളിച്ച് പുതിയത് പണിയും. പഴയ അലമാരി മാറ്റി സാരി മേടിച്ചത് വെക്കാനായിട്ട് ഇപ്പൊ സ്ഥലമില്ല. അപ്പൊ പഴയ അലമാരി പോരാത്തത് കൊണ്ട് ഞാനൊരു പുതിയ അലമാരി കൂടെ, കബ്ബോർഡ് കൂടെ പുതിയത് വീട്ടിലുണ്ടാക്കും. എന്നിട്ട് എനിക്കുള്ള സാരികൾ മുഴുവനും ഞാൻ അടക്കി വെക്കും. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയും, ഓരോ ദിവസവും ഓരോന്നെടുത്തോണ്ട് ആവിലാ പള്ളിയിൽ പൊയ്ക്കോളൂ, എല്ലാവരും അങ്ങോട്ട് കാണട്ടെ. ആ ഉപമയാണ് ആര് പറഞ്ഞത്? ഭോഷനായ ധനവാന്റെ ഉപമ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അവസാനം അവനോട് ഈശോ ചോദിക്കുകയാണ്, ദൈവം ചോദിക്കുകയാണ്, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവ് നിനക്ക് നഷ്ടപ്പെട്ടാൽ. അപ്പോൾ ഇവന്റെ ഒരു പ്രശ്നം എന്തായിരുന്നു? അവനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവനാണ്. വേറെ ആരെ കുറിച്ചും അവന് ഒരു ചിന്തയില്ല. അവന് ഉള്ളത് മുഴുവനും അവന് വേണ്ടി തന്നെ വയ്ക്കാനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച നമ്മളൊരു കുഞ്ഞിന്റെ മരണവാർത്ത വായിച്ചു. ആലിൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് മരണമടഞ്ഞു. ഒരു വാഹനാപകടത്തില് മസ്തിഷ്ക മരണം നടന്നപ്പോൾ ആ കുഞ്ഞിന്റെ മാതാപിതാക്കള്, നിങ്ങൾക്കറിയാം, 8 മാസം പ്രായമുള്ള കുഞ്ഞ്, ആ കുഞ്ഞ് ഇങ്ങനെ മരണമടഞ്ഞതിന്റെ ഭാരത്തില് ഈ കുടുംബം ഇരിക്കുമ്പോ ഒരപ്പനും അമ്മയും, 40 വയസ്സ് പോലും ആയിട്ടില്ലാത്ത ഒരു അപ്പനും അമ്മയും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒത്തിരി പേര് അവരെ ആശ്വസിപ്പിക്കാൻ വരുന്നുണ്ട്. പക്ഷേ അവര് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കുഞ്ഞിന്റെ അവയവങ്ങളെ, ഈ കുഞ്ഞിന്റെ കരള് പകുത്തു കൊടുക്കണം. ഈ കുഞ്ഞിന്റെ ലിവർ പേഷ്യൻസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ കുഞ്ഞിന്റെ കരള് പകുത്തു കൊടുക്കാൻ കഴിയുമോ? കിഡ്നി തകരാറിലായിരിക്കുന്ന കുഞ്ഞിന് ഞങ്ങളുടെ മരണമടഞ്ഞ കുഞ്ഞിന്റെ കിഡ്നി കൊടുക്കാൻ കഴിയുമോ? ഹൃദയത്തിന്റെ വാൽവിന് തകരാറുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മരണമടഞ്ഞ ഞങ്ങളുടെ കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ വാൽവ് കൊടുക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കാൻ കഴിയുന്ന മാതാപിതാക്കൾക്ക്, പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുഖമാണ്. അച്ഛൻ ഓർമ്മ വരുന്നത് 8-ാം സ്ഥലത്ത്, കുരിശിന്റെ വഴിയുടെ 8-ാം സ്ഥലത്ത്. എന്താണ് 8-ാം സ്ഥലം? ഓർസലേം നഗരിയിലെ സ്ത്രീകൾ ഈശോയെ ആശ്വസിപ്പിക്കുന്നു. ഈശോയ്ക്ക് വേണ്ടി അവര് കരയുമ്പോ ഈശോ ചിന്തിക്കുന്നത് തന്റെ വേദനകളല്ല, തനിക്കുണ്ടായ മുറിവുകളല്ല, തനിക്ക് ഉണ്ടായ അപമാനങ്ങളല്ല. കാണാൻ പറ്റാത്ത വിധം ഈശോയുടെ കണ്ണ് അവരടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. കേൾക്കാൻ പറ്റാത്ത വിധം ഈശോയുടെ കാത് അവരടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. നേരെ നിൽക്കാൻ പറ്റാത്ത വിധം അവിടുത്തെ ശരീരം അവര് ഒരു ചാല് കീറുന്നത് പോലെ അവര് കീറി വെച്ചിട്ടുണ്ട്. അപ്പോഴും ഈശോ പറയുകയാണ്, ഈശോ അവരെ ആശ്വസിപ്പിക്കുകയാണ്. ഈശോ തന്നെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, അവരെ കുറിച്ചും അവരുടെ മക്കളെ കുറിച്ചുമാണ് എന്നതുപോലെ ഈ ആലിന്റെ മാതാപിതാക്കള്, 8 മാസം പ്രായമുള്ള ആ കുഞ്ഞിന്റെ മാതാപിതാക്കള് വേദനിക്കുന്നവരെ കുറിച്ച്, വിഷമിച്ചുകൊണ്ടിരിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുകയാണ്. അതിനെയാണ് പ്രിയപ്പെട്ടവരെ തങ്ങളെക്കാളധികം സ്വന്തം ഇഷ്ടം അല്ലേ. ചില ആളുകള് അവയവദാനത്തിന് സമ്മതിക്കുന്നില്ല. കാരണം എന്താണ്? അയ്യോ, എന്റെ ചാച്ചന്റെ കണ്ണ് എടുത്തുകൊണ്ട് പോയ കുഴിമാടത്തിൽ വെക്കുമ്പോ ഒരു ഭംഗി ഉണ്ടാവില്ല, പെട്ടി കിടക്കുമ്പോ ഭംഗി ഉണ്ടാവില്ലത്ര, അതുകൊണ്ട് കണ്ണ് ദാനം ചെയ്യാൻ പറ്റില്ല. കണ്ണ് കൊടുക്കുന്നില്ല, പിന്നെയാണ് ഹൃദയം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കൊടുക്കാതിരിക്കാൻ സ്വന്തം കാര്യം മറന്ന് അപരന് വേണ്ടി കരുതലുണ്ടാവുക എന്നതാണ് ഈശോ 11-ാമതായി നമ്മളോട് പറയുന്നത്. സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം താല്പര്യങ്ങളെക്കാൾ സ്വന്തം ഇഷ്ടങ്ങൾ അന്വേഷിക്കാനുള്ള നിന്റെ അവകാശമുണ്ടല്ലോ.
ഇല്ലേ? അവർക്ക് ആ മാതാപിതാക്കൾക്ക് അവകാശമില്ലേ? എന്തായാലും കൊച്ചു പോയി, കൊച്ചിന്റെ ഉള്ളിലുള്ളത് കൊച്ചിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ, അതൊന്നും ഇനിയിപ്പോ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ട എന്ന് പറയാനുള്ള അവകാശമില്ലേ അവർക്ക്? ഉണ്ട്. ആ അവകാശം വേണ്ടെന്ന് വെക്കുകയാണ്. ആരുടെയും നിർബന്ധം കൊണ്ടല്ല, ഉള്ളിൽ ക്രിസ്തുവിന്റെ ചൈതന്യമുള്ളത് കൊണ്ടാണ് നമുക്ക് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ചൈതന്യമില്ലാത്തവരെന്ത് ചെയ്യുമെന്ന് കൂടെ കഴിഞ്ഞ ആഴ്ച ഒരു വാർത്ത നമ്മൾ വായിച്ചു. ഇന്ന് തലശ്ശേരിയില്, മറ്റേത് പത്തനംതിട്ടയിലാണ്, തലശ്ശേരിയിലാണ് ഒരമ്മ, 88 വയസ്സുള്ള ഒരമ്മ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൻ മദ്യപിച്ച് കയറി വരികയാണ്. അമ്മയും അമ്മയുണ്ട്. അപ്പോൾ മദ്യപിച്ച് കയറി വരുന്ന ഈ മകനോട് അമ്മ പറഞ്ഞു, എടാ മോനെ, എനിക്ക് ചെലവിന് എന്തെങ്കിലും താടാന്ന് പറഞ്ഞു. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഈ 52 വയസ്സുള്ള മകന്റെ ശരീരം, അവൻ അമ്മയുടെ പാല് കുടിച്ച് വളർന്നവനാണ്. അവൻ അമ്മയുടെ ഉദരത്തിൽ അമ്മയുടെ രക്തം കുടിച്ച് വളർന്നവനാണ്. അവന്റെ പൊക്കിൾ കൊടിയിലൂടെ കയറിയത് അമ്മയുടെ രക്തവും അമ്മയുടെ ശ്വാസവുമാണ്. അമ്മയുടെ രക്തവും അമ്മയുടെ ശ്വാസവും അമ്മയുടെ പാലും കുടിച്ച് വളർന്നവൻ, അമ്മ ചോറ് വാരിക്കൊടുത്തവൻ, അമ്മ താരാട്ട് പാടി ഉറക്കിയവൻ, അമ്മ കൈപിടിച്ച് അക്ഷരം എഴുതാൻ പഠിപ്പിച്ചവൻ, അമ്മ കൈപിടിച്ച് നടത്തിയവൻ. അമ്മ കൈപിടിച്ച് നടത്തിയതാണ് അവനെ നടക്കാൻ പഠിപ്പിച്ചത്, നിൽക്കാൻ പഠിപ്പിച്ചത്, കാണാൻ പഠിപ്പിച്ചത്. അങ്ങനെ അമ്മ പഠിപ്പിച്ച് അവനിപ്പോൾ 19 വയസ്സ് കഴിഞ്ഞു. അമ്മയ്ക്ക് 80 വയസ്സ് കഴിഞ്ഞു. ആരോഗ്യമൊക്കെ കുറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോ അമ്മ പറഞ്ഞു, മോനെ ചെലവിന് എന്തെങ്കിലും താടാ എന്ന് പറഞ്ഞപ്പോ അവൻ ഇഷ്ടപ്പെട്ടില്ലത്രേ. അമ്മ ഇരുന്ന കസേര അങ്ങനെ തന്നെ എടുത്തിട്ട് അമ്മയെയും കസേര തന്നെ പൊക്കി അവൻ മുറ്റത്തേക്കൊരു ഏറ് വെച്ച് കൊടുത്തു. അമ്മ അവനെ അത്രയും വളർത്തി, അവന്റെ ശരീരം നന്നായി ബലപ്പെടുത്തി കൊടുത്തിട്ടുണ്ടേ. അവന്റെ ശരീരത്തിനും അവന്റെ മസിലുകൾക്കൊക്കെ നല്ല ബലം. അമ്മ 3 നേരം വെച്ചു കൊടുത്ത ചോറ് തിന്ന് ഭക്ഷണം കഴിച്ച് അവന്റെ ശരീരം ബലം പ്രാപിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ആ വാരിക്കൊടുത്ത, ഉമ്മ കൊടുത്ത ചുണ്ടുകള്, അവനെ താരാട്ടുപാടി ഉറക്കിയ ആ ഹൃദയം, അതെല്ലാം കൂടെ അതിനൊക്കെ നന്ദിയായിട്ട് അവൻ ആ കസേരയോടുകൂടെ അമ്മയെ എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു. ചൊവ്വാഴ്ച പ്രിയപ്പെട്ടവരെ, ആ അമ്മ മരിച്ചു. പെറ്റു വളർത്തിയ മകനോട് ചെലവിനെന്തെങ്കിലും താടാ എന്ന് പറഞ്ഞതാണ് ഈ കുറ്റം. അധികം ദൂരമൊന്നുമില്ല, നമ്മുടെ ജില്ലയിലാണ്, ഇന്ന് തലശ്ശേരിയിലാണ്. തലശ്ശേരിയിലെ കഥ നാളെ പറയുന്നില്ല. ഹല്ലേലൂയ. നാളെ ഇവിടെ ഉണ്ടാകാതിരിക്കട്ടെ, ഈ കഥകൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിനക്ക് നിന്റെ ഇഷ്ടം അന്വേഷിക്കാനുള്ള, നിന്റെ ഇഷ്ടം അനുസരിച്ച് ഒന്നിനെ തന്നെ ഒന്നാമതായി നിർത്താനുള്ള നിന്റെ അവകാശം ഉപേക്ഷിക്കുക എന്ന് പറയുന്നതിന്റെ പ്രസക്തി അവിടെയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച മറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞായിരുന്നു. തന്റെ കുഞ്ഞ് മരിക്കാതിരിക്കാൻ സ്വയം മരിച്ച ഒരമ്മയുടെ കഥ. വിശുദ്ധ ജിയന്ന ബെറേറ്റ മുള്ള എന്ന് പറയുന്ന ഒരമ്മയുടെ കഥ, ഒരു ഡോക്ടർ അമ്മയുടെ കഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ നമ്മളെ തന്നെ പരിത്യജിക്കുന്നതിനെ കുറിച്ച് കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്ന ഏതാനും ചിന്തകൾ, ഒരു 4 ചിന്തകൾ പങ്കുവെച്ച് അച്ഛൻ ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതിൽ ഒന്ന് ഇങ്ങനെയാണ്:
റിനൗൺസിങ് ദ ഫോൾസ് സെൽഫ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഫോൾസ് സെൽഫ് ഉണ്ട്, ട്രൂ സെൽഫ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? ഫോൾസ് സെൽഫ് ഉണ്ട്, ട്രൂ സെൽഫ് ഉണ്ട്. ഫോൾസ് സെൽഫ് എന്ന് പറഞ്ഞാൽ അതൊരു മായയാണ്, അതൊരു മിഥ്യയാണ്. എന്താണ് ആ മായ? ഞാൻ വലിയൊരു സംഭവമാണെന്ന് ഒരാൾ ചിന്തിക്കുന്നു. അതെന്താണ്? അതൊരു മായയാണ്, മിഥ്യയാണ്. അല്ലെങ്കിൽ എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം എന്നൊരാൾ ചിന്തിക്കുന്നു. അതെന്താണ്? മിഥ്യയാണ്. എനിക്ക് എല്ലാം തികഞ്ഞിരിക്കുന്നു, എന്നെ ഇനി ആരും പഠിപ്പിക്കാനൊന്നും വരണ്ട എന്ന് മക്കൾ പറയാറില്ലേ? അതെന്താണ്? ഒരു മിഥ്യയാണ്. അമ്മയ്ക്കറിയാം കൊച്ചിന്, 18 വയസ്സുള്ള കൊച്ച് അമ്മയോട് പറയാണ്, അമ്മ ഒന്നും ഉണ്ടായിരുന്നു, എനിക്കറിയാം എന്ന് പറയുമ്പോൾ അമ്മയ്ക്കുള്ളിൽ അറിയാം ഇവന് ഒരു കുന്തോ അർജു, അല്ലെങ്കിൽ ഇവൾക്ക് ഒരു ഹല്ലേലൂയ. അല്ലെങ്കിൽ ഭർത്താവ് പറയണം, നീ ഒന്നും ഉണ്ടായിരുന്നു, എനിക്കറിയാം എന്ന് പറയുമ്പോൾ ഭാര്യക്കറിയാം ചേട്ടനൊന്നും മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ തിരിച്ചും ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഭാര്യ പറയാണ്, ഉണ്ടായിരുന്നേ, എനിക്കറിയാം എന്ന് പറയുമ്പോ ഭർത്താവിനറിയാം ഇവൾക്ക് ഒരു ചുക്കുമാണ്. ഹല്ലേലൂയ. അപ്പോൾ അതിനെയാണ് ഈ ഫോൾസ് സെൽഫ് എന്ന് പറയുന്നത്. വെറുതെ ഇങ്ങനെ കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, ഇതൊക്കെ എന്റെയാണ്, എനിക്കൊക്കെ അറിയാം, ഞാൻ യൂട്യൂബിൽ അത് കേട്ടിട്ടുണ്ട്, അവിടെ ഇത് കേട്ടിട്ടുണ്ട്, അങ്ങനെ എനിക്കറിയാം. അപ്പോ അങ്ങനെയുള്ള ഫോൾസ് സെൽഫ് ഉള്ളവര് പറയുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. അതെന്താണ്? സ്വന്തം കാര്യം, സ്വാർത്ഥമോഹം, ചിന്താപം, സ്വന്തം സുഖം, സ്വന്തം ഈഗോയുടെ സാറ്റിസ്ഫാക്ഷൻ. പ്രിയപ്പെട്ടവരെ, എന്താണ് ട്രൂ സെൽഫ്? അപ്പൊ ഫോൾസ് സെൽഫ് എന്താണെന്ന് മനസ്സിലായി. ട്രൂ സെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈശോയുടെ ഭവനമാണ്, എന്റെ ശരീരം ഈശോയുടെ വാസസ്ഥലമാണ്. ഹല്ലേലൂയ. അല്ലെ, ഇന്നത്തെ പ്രഭാതത്തിലെ മെഡിറ്റേഷനിൽ സെബാസ്റ്റ്യൻ പറഞ്ഞു തന്ന മന്ത്രം ഇങ്ങനെയായിരുന്നു. എന്താണ്? ഞാൻ ഈശോയുടെ വാസസ്ഥലമാകുന്നു, ഈശോ എന്നിൽ വസിക്കുന്നു. ഈശോ വസിക്കാൻ, ഈശോയെ ഉൾക്കൊള്ളാൻ മാത്രം എനിക്ക് കഴിവില്ല. പക്ഷെ ഈശോ വസിക്കുമ്പോൾ എനിക്ക് ശാശ്വതമായ, ഈശോ എന്റെ ഉള്ളിൽ വസിക്കുമ്പോൾ എനിക്ക് ശാശ്വതമായ സന്തോഷം കിട്ടും. ഈശോ എന്റെ ഉള്ളിൽ വസിക്കുമ്പോൾ എനിക്ക് ശാശ്വതമായ സമൃദ്ധി ഉണ്ടാകും. ഈശോ എന്റെ ഉള്ളിൽ വസിക്കുമ്പോൾ ശാശ്വതമായ സൗഖ്യമുണ്ടാകും. ഞാൻ ഈശോയുടെ ഭവനമാണ്, ഈശോ എന്റെ ഉള്ളിൽ വസിക്കുന്നു. ഇതിനെയാണ് പ്രിയപ്പെട്ടവരെ ട്രൂ സെൽഫ് എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അതുപോലെ തന്നെ പ്രഭാഷണത്തിൽ ജോസഫച്ചൻ നമ്മളോട് പറഞ്ഞു, പരിശുദ്ധ അമ്മ പറയുകയാണ്, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തൻ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, എനിക്കുള്ളതൊന്നും എന്റേതല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. ഞാനല്ല ഒന്നാമതായിട്ട് നിൽക്കുന്നത്, ദൈവമാണ്. ദൈവത്തെ ഒന്നാമതായി നിർത്തുന്ന ആ സെൽഫിനെയാണ് ട്രൂ സെൽഫ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇനി ആരെങ്കിലും തന്റെ ഫോൾസ് സെൽഫ്, ഞാൻ ഭയങ്കര സംഭവമാണ്, എന്നെ ഒന്നാം സ്ഥാനത്ത് നിർത്തണം, എന്റെ കാര്യം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സ്വന്തം സുഖം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, സ്വന്തം സ്വാർത്ഥം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർ ഒരു ആത്മീയമായ തകർച്ചയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇല്ലേ? എനിക്ക് 1ാം നമ്പർ പരിഗണന. ഒരാൾ പറയാണ്, ഞാൻ പള്ളിയിൽ ചെന്നപ്പോഴേക്കും ഉണ്ടല്ലോ, എന്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ, എല്ലാവരും കൂടി എന്നെ അങ്ങോട്ട് പൊതിഞ്ഞു. ഹല്ലേലൂയ. എല്ലാവരും കൂടി എന്നെ പൊതിഞ്ഞു. പ്രിയപ്പെട്ടവർ, ഇതിനെയൊക്കെയാണ് ഈ സ്വന്തം എല്ലാവരും കൂടി ഈ ഫോൾസ് സെൽഫും പിടിച്ചുകൊണ്ട് നടക്കുന്നവര് സെന്റ് ജോൺ ഓഫ് ദ ക്രോസ് പറയുകയാണ്,
അവരൊരു ആത്മീയ സ്പിരിച്വൽ ഡിസ്ട്രക്ഷനിലേക്കാണ്, അവരൊരു ആത്മീയ തകർച്ചയിലേക്കാണ് പോകുന്നത്. ചില ആളുകൾ പറയാറില്ലേ, ഞങ്ങളുടെ കൊച്ചിന്റെ പോലൊരു കല്യാണം, അച്ഛാ പൊങ്ങച്ചൻ പറയാണെന്ന് വിചാരിക്കരുത് കേട്ടോ, ഇതുപോലൊരു കല്യാണം ഞങ്ങളുടെ നാട്ടിൽ നടന്നിട്ടില്ല. അച്ഛൻ ചോദിച്ചു, എന്ത് പറയരുതെന്ന് വിചാരിക്കരുതെന്ന്? പൊങ്ങച്ചൻ പറയാണെന്ന്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു തോന്നലുണ്ട്, എന്റെ കൊച്ചിന്റെ കല്യാണം പോലൊരു കല്യാണം ഞങ്ങളുടെ നാട്ടില് നടന്നിട്ടില്ല. അത് പ്രിയപ്പെട്ടവരെ ആത്മീയ തകർച്ചയുടെ വഴിയാണ്. ഹല്ലേലൂയ. പകരം നമ്മൾ എന്താണ് പറയേണ്ടത്? 1 കൊരിന്ത്യർ 4:7 നിനക്കെന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു? പ്രിയപ്പെട്ടവരെ, നമുക്ക് കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ അത് ദാനമാണ്, കാതിന് കേൾവിയുണ്ടെങ്കിൽ അത് ദാനമാണ്, കൈകാലുകൾക്ക് ചലനമുണ്ടെങ്കിൽ ദാനമാണ്, സമ്പത്തുണ്ടെങ്കിൽ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് ദാനമാണ്. എല്ലാം ദാനമായിരിക്കെ ഒന്നും ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിനാണ് അഹങ്കരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ഫോൾസ് സെൽഫ് ഉണ്ടെങ്കിൽ സെന്റ് ജോൺ ഓഫ് ദ ക്രോസ് പറയുകയാണ്, നമ്മൾ ഈ ലോകത്തിന്റെ കാര്യങ്ങളോട് വളരെയധികം അറ്റാച്ച്ഡ് ആയിരിക്കും. എങ്ങനെ ആ ധനവാൻ പറഞ്ഞതുപോലെ, എങ്ങനെ കൂടുതൽ സ്വരുക്കൂട്ടാം, എങ്ങനെ കൂടുതൽ എനിക്ക് വേണ്ടി തന്നെ വിജയങ്ങൾ നേടാം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ കുറിച്ച് അച്ഛന്റെ ബ്രദർ പറയുന്നുണ്ടായിരുന്നു, ഒരു സമ്മാനം കിട്ടിയ അയാൾക്ക്. ആ സമ്മാനം ഒരു അവാർഡാണ്, കാർഷിക മേഖലയിലൊക്കെ കിട്ടുന്ന ഒരു അവാർഡാണ്. ആ അവാർഡ് കാശ് കൊടുത്ത് മേടിച്ചാണ്. അവാർഡ് അങ്ങോട്ട് ചെന്നിട്ട് പൈസ ഒക്കെ കൊടുത്ത് തരപ്പെടുത്തി എടുത്തിട്ട് പത്രത്തിൽ ഫോട്ടോ ഇട്ടിരിക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം എന്താണ്, സാംസ്കാരിക സമ്മേളനത്തിൽ പൗരപ്രമുഖന്മാരുടെ അഭിനന്ദനം കാശ് കൊടുത്ത് മേടിച്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഫോൾസ് സെൽഫിന്റെ അഭിലാഷങ്ങള് ലൗകിക മോഹങ്ങളാൽ നയിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നിനക്ക് ട്രൂ സെൽഫ് ഉണ്ടെങ്കിൽ നീ നയിക്കപ്പെടുന്നത് നിന്റെ ജഡത്തിന്റെ അഭിലാഷങ്ങളാലായിരിക്കില്ല, ആത്മാവിന്റെ ആഗ്രഹങ്ങളായിരിക്കും നിന്നെ നയിക്കുന്നത്. ഉച്ചത്തിൽ വിളിച്ചേ ഈശോയേ, ഈശോയേ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാം. ഫിലിപ്പി 2:3 മുതൽ 5 വരെ. ഒരുമിച്ച് വായിക്കാം. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. നമ്മൾ പലതും ചെയ്യുന്നത് മത്സരം കൂടുതൽ വേണം, വ്യർത്ഥാഭിമാനം. ഹല്ലേലൂയ. ഒരാള് അയാളുടെ വീട് പൊളിക്കാണ്, വീട് പൊളിച്ച് കൂട്ടിപ്പണിയാണ് കുറച്ചുകൂടെ. അപ്പോ എന്ത് പറ്റി? വീട്ടിൽ സ്ഥലമില്ലേ? സ്ഥലമൊക്കെ ഉണ്ട്, ആകെ 2 മക്കളുള്ളൂ, ഇപ്പൊ തന്നെ 5 മുറിയുണ്ട്. പിന്നെ എന്തിനാണ് വീണ്ടും മുറി എടുക്കുന്നത്? പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ മനസ്സിലായി, അപ്പുറത്തുള്ള ആളുടെ സ്ക്വയർ ഫീറ്റ് ഇപ്പൊ ഇപ്പുറത്തുള്ളേക്കാളും കൂടുതലാണ്. വെറുതെ ചിന്തിച്ച് ഊഹിച്ചൊന്നും പറയുന്നതല്ല, ഒരു വീട് മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വ്യർത്ഥാഭിമാനം മൂലം വീട് പണിതുകൊണ്ടിരിക്കുകയാണ്, ആവശ്യമുണ്ടായിട്ടല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അപ്പോൾ മത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ,
പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ നിന്നൊരു ഉദാഹരണമുണ്ട്. അമ്മ ത്രേസ്യ തന്റെ 47-ാമത്തെ വയസ്സിലാണ് പുതിയ മഠം സ്ഥാപിച്ച് പുതിയ മഠത്തില് പെൺകുട്ടികളെ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, 16-ാം നൂറ്റാണ്ട് പുതിയ മഠം സ്ഥാപിക്കുന്നത് 1562-ലാണ്. 1562-ൽ മഠം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഇനി പുതിയ ആളുകളെ അംഗങ്ങളായിട്ട് എടുക്കണം. അംഗങ്ങളായി ചേരുന്നവർക്ക് നമ്മളൊരു വാക്ക് കേട്ടിട്ടുണ്ട്, പത്രമേനി എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? കോൺവെന്റിൽ ചേരുന്നവര് വലിയൊരു തുക പത്രമേനിയായിട്ട്, ഒരു തരത്തിലൊരു ഡൗറി അല്ലേ, സ്ത്രീധനം, അത് തന്നെ, വേറെ വാക്ക് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഈ പത്രമേനി കൊടുക്കാൻ പറ്റുന്നവരെ കോൺവെന്റിൽ എടുക്കുകയുള്ളൂ, അല്ലാത്തവരെ എടുക്കൂല. കാശില്ലാത്തവർക്ക് കോൺവെന്റിൽ ചേരാൻ പറ്റില്ലായിരുന്നു. കാശില്ലാത്തവർക്ക് അച്ഛനാകാനും പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം പൈസ കൊടുക്കണമായിരുന്നു, പൈസ വേണമായിരുന്നു, പത്രമേനി കൊടുക്കണമായിരുന്നു പണ്ടത്തെ കാലം. അപ്പോൾ അമ്മ ത്രേസ്യ ഒരു തീരുമാനമെടുക്കുകയാണ്. അവിടെയാണ് അമ്മ ത്രേസ്യയുടെ വ്യതിരക്തത നമ്മൾ മനസ്സിലാക്കുന്നത്. അമ്മ ത്രേസ്യ പറയുകയാണ്, ഈ കോൺവെന്റിൽ പത്രമേനി തരാൻ ഇല്ലാത്തവരെയും അംഗങ്ങളായി സ്വീകരിക്കുന്നതായിരിക്കുമെന്ന്. കാരണം അമ്മ ത്രേസ്യ പറഞ്ഞു, അവരുടെ കയ്യിലുള്ള പണമല്ല, അവരുടെ ദൈവവിളിക്കാണ് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കേണ്ടതെന്ന്. പണത്തെ നോക്കിയിട്ടല്ല ഒരാളെ കോൺവെന്റിലേക്ക് സ്വീകരിക്കേണ്ടത്. കാര്യം ശരിയാണ്, വരുന്നവര് പണം തന്നാൽ അത് കോൺവെന്റിൽ നന്നായിട്ട് ജീവിക്കുന്നതിന് ഉപകാരമാണ്, അല്ലെ? കാശ് ഏത് കാലത്താണെങ്കിലും, 16-ാം നൂറ്റാണ്ടാണെങ്കിലും, അല്ലെ, 20-ാം നൂറ്റാണ്ടാണെങ്കിലും, 21-ാം നൂറ്റാണ്ടാണെങ്കിലും കാശ് എന്താണ്? കാശ്. അപ്പോൾ അമ്മ ത്രേസ്യ പറയുകയാണ്, പണമല്ല പ്രധാനം, അവർക്കുള്ള ദൈവവിളിയാണ്. നിങ്ങൾ പണത്തിനല്ല, ആ വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്ക്. പണം കൊണ്ടുവരുന്ന സുഖത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, ആ വ്യക്തിയിലുള്ള ദൈവവിളിക്ക്. പ്രിഫറൻസ് ടു ദ പേഴ്സൺ. ഉച്ചത്തിൽ വിളിച്ച ഈശോയെ. കണ്ടോ പ്രിയപ്പെട്ടവരെ, വചനമൂല്യങ്ങൾ ഒരാളുടെ ഹൃദയത്തിൽ ഒരു സംസ്കാരത്തെ തന്നെ, സഭയിലെ മൊത്തത്തിൽ നിലനിന്ന ഒരു ആചാരത്തെ തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളതാണ് വചനം. അവളുടെ ഉള്ളിൽ ആ വചന വിത്ത് ഇങ്ങനെ മുളച്ചു കഴിഞ്ഞപ്പോ അമ്മ ത്രേസ്യ പറഞ്ഞൊരു തീരുമാനമെടുത്തു. ബോൾഡാണ്, അത് റെവല്യൂഷണറി ഡിസിഷൻ ആയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി വേറൊരു കാര്യം കൂടി തീരുമാനിച്ചു, എത്ര പത്രമേനി കൊണ്ടുവന്നാലും ഒരാൾക്ക് ദൈവവിളിയില്ലെങ്കിൽ അയാളെ സ്വീകരിക്കണ്ട. കാശല്ല പ്രധാനം, കർത്താവാണ് പ്രധാനം. അമ്മ ത്രേസ്യയുടെ തീരുമാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ്? ദൈവീക ജീവനിൽ ലയിച്ചു ചേരുക എന്നതാണ്. സ്വാർത്ഥമോഹമുള്ളവർക്ക് ദൈവീക ജീവനിൽ ലയിച്ചു ചേരാൻ പറ്റുകയില്ല. അപ്പോൾ ഈ ഫോൾസ് സെൽഫും സ്വന്തം കാര്യം ആദ്യം അന്വേഷിക്കുന്നവർക്ക് എന്ത് ലഭിക്കുകയില്ല? ദൈവീക ജീവനിൽ ലയിച്ചു ചേരാൻ സാധിക്കുകയില്ല. അല്ലേ? മറ്റുള്ളവരോട് നീ ഒന്നും ഉണ്ടായിരിക്കും, ഞാൻ എന്റെ കാര്യം നോക്കിക്കോ എന്നൊക്കെ പറയുന്നവർക്ക്, മറ്റുള്ളവരെ അടിച്ചിരുത്തുന്നവർക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ സ്വന്തം സ്വാർത്ഥതയിൽ ജീവിക്കുന്നവർക്ക് എന്ത് കിട്ടുകയില്ല? ദൈവീക ജീവനിൽ ലയിച്ചു ചേരാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, 1 കൊരിന്ത്യസ് 10:24 വായിക്കാം. 1 കൊരിന്ത്യസ് 10:24. ഏതൊരുവനും സ്വന്തം നന്മ കാക്ഷിക്കാതെ അയൽക്കാരന്റെ നന്മ കാക്ഷിക്കട്ടെ. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, ഏതൊരുവനും സ്വന്തം നന്മ കാക്ഷിക്കാതെ അയൽക്കാരന്റെ നന്മ കാക്ഷിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പോൾ സർവവുമായ എല്ലാമായ ഈശോയിൽ ലയിച്ചു ചേരണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കുരിശിന്റെ വിശുദ്ധ യോഹന്നാന്റെ ആത്മീയ ശാസ്ത്രത്തിന്റെ ഒരു ചങ്ക്, ഒരു സോൾ എന്ന് പറയുന്ന ഒരു ടീച്ചിങ് ആണ്. എല്ലാമായ ഈശോയിൽ ലയിച്ചു ചേരണമെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാറ്റിനോടും നമ്മൾ വിട പറയണം. ഹല്ലേലൂയ. എന്താണ് വല്ലതും കേട്ടോ നിങ്ങൾ? എന്താ കേട്ടത്? എല്ലാറ്റിനോടും എന്തിനു വേണ്ടി? എല്ലാമായ ഈശോയിൽ ലയിച്ചു ചേരണമെങ്കിൽ നമ്മൾ പാടാറില്ല ഈശോയോട്, എന്തെന്ന്? എന്റെ എല്ലാം അല്ലേ? എന്റെ ഈശോ മതി, ഈശോ മതി, ഈശോ മതി. എന്റെ എല്ലാമായ ഈശോയിൽ ലയിച്ചു ചേരണമെങ്കിൽ ഈ ലോകത്തിലുള്ള മറ്റെല്ലാറ്റിനോടും നോ പറയണം നാഥ എന്നാണ് അതിന്റെ വാക്ക്. എല്ലാറ്റിനോടും ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. എന്ത് വേണ്ട? എനിക്കൊന്നും വേണ്ടേ, വേറെ ഒന്നും, ഈശോ മാത്രം. ഒന്നുകൂടി പറഞ്ഞ്, വേറെ ഒന്നും. തിരുവിടെ സ്വരത്തിൽ പറഞ്ഞ, വേറെ ഒന്നും, ഈശോ മാത്രം. നിങ്ങളൊക്കെ മരിച്ചാലുണ്ടല്ലോ ഇന്ന് തന്നെ സ്വർഗത്തിൽ പോകും. സ്വർഗത്തിൽ പോവാതെ അച്ഛൻ മാത്രം ഇവിടെ ബാക്കിയുണ്ടാവുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എല്ലാമായ ദൈവത്തെ സ്വന്തമാക്കേണ്ടതിന് ഈ ലോകത്തിലുള്ള ഒന്നും അന്വേഷിക്കാതിരിക്കുക. അതാണ് പ്രിയപ്പെട്ടവരെ സെന്റ് ജോൺ ഓഫ് ദി ക്രോസ് പറയുന്ന ഒന്നാമത്തെ കാര്യം. അച്ഛൻ അവസാനിപ്പിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്വന്തം സന്തോഷവും ബഹുമാനവും സുഖവും അന്വേഷിക്കാതെ ദൈവത്തിന്റെ മഹത്വം അന്വേഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.